ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഹാപ്പിയാണ്, ബട്ട് ഹെൽത്തി അല്ല. എൻ്റെ ഹെൽത്തിന് എന്തൊക്കെയോ സംഭവിച്ചു ഗൈസ്. ഞാൻ കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നില്ല. കുറേ ദിവസമായിട്ട് നല്ല ബുദ്ധിമുട്ട് കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, എൻ്റെ ബി പി നല്ലപോലെ കുറയുന്നുണ്ട്. കുറേ ഇങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഇനിയും പറ്റണില്ല. അതിനേക്കാളും വലിയ പ്രശ്നം എനിക്ക് കഴിഞ്ഞൊരു 1-2 മാസമൊക്കെ ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു വെർട്ടിഗോ, തലകറക്കം, നല്ല രീതിക്ക് നമ്മൾ ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാവില്ല, നമ്മൾ രാത്രി ഉറങ്ങി രാവിലെ എണീക്കുക, ആ സമയത്തേക്ക് നല്ല രീതിക്ക് തല ഇറങ്ങുന്നുണ്ട്. എപ്പോൾ കണ്ണ് ഓർക്കുന്നു അപ്പോൾ തൊട്ട് നല്ല കറക്കാം. പക്ഷെ ഞാൻ കുറേ സമയം ഇങ്ങനെ അനങ്ങാതെ കിടന്ന് കുറേയൊക്കെ ഇങ്ങനെ കണ്ണ് തുറന്ന് വെച്ചോ അടച്ചു വെച്ചോ എന്തൊക്കെയോ ഞാൻ കളിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവാറുണ്ട്. എപ്പോൾ എന്നെ ഒരാൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നൊക്കെ തട്ടി ഇങ്ങനെ എണീപ്പിച്ചാൽ എനിക്ക് തല ഇറങ്ങും. പെട്ടെന്ന് എണീക്കാൻ പറ്റില്ല, ബെഡിൽ നിന്ന് എണീറ്റ് ഓടാനൊന്നും പറ്റില്ല. എന്നൊന്ന് കാമാക്കി എണീപ്പിക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇത് ശരിയാവില്ലല്ലോ. സംഭവം അഡിനോമയുടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അതെനിക്കറിയായിരുന്നു. അത് ഞാൻ അങ്ങനെ നെവർ മൈൻഡ് ആക്കില്ല. ഞാൻ എല്ലാ പ്രശ്നത്തിനും ഇങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് ഇങ്ങനെ ഓടാറില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അങ്ങോട്ട് ഓടിയിട്ടേ ഇല്ല എൻ്റെ ഡോക്ടറെ അടുത്തേക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സർജറീൻ്റെ ഒരു സജഷൻ വന്നപ്പോൾ അത് കണ്ണിൻ്റെ ഡോക്ടർ സർജറിക്ക് പറഞ്ഞപ്പം സെക്കൻഡ് ഒപ്പീനിയൻ വാങ്ങാൻ വേണ്ടി ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പം സർജറി വേണ്ട. ഞാൻ ആദ്യമേ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞ പോലെ, ന്യൂറോ സർജറീൻ്റെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് ആ ഡോക്ടറും പറഞ്ഞത്. നമുക്ക് കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്ത് വെയിറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഹോർമോണൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്, അത് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെഡേക്ക് ഉണ്ടായിരുന്നു, ഉറക്കം സ്കിപ്പ് ചെയ്യുന്ന സമയങ്ങളിൽ ബി പി ഡൗൺ ആവാറുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷേ ഈ തലകറക്കത്തിൻ്റെ പ്രശ്നം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം പെട്ടെന്നൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, വെൽക്കം ടു അഫ്സീസ് വേൾഡ്. ഇറ്റ്സ് മീ യുവർ അഫ്സി. ഇതാണ് ഗൈസ് കഴിഞ്ഞ 4 വർഷം ആയിട്ട് എൻ്റെ അഡിനോമയുമായിട്ട് കയറി ഇറങ്ങുന്ന ഹോസ്പിറ്റൽ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കൂടെയുള്ള ആളോട്, ഇതിൻ്റെ ഒരു ബ്ലോക്കിൽ ഒരു റൂമെങ്കിലും എൻ്റെ കയ്യിലെ ക്യാഷ് കൊണ്ട് ഉണ്ടാക്കിയതാവുന്നൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ അത്രയ്ക്ക് ഒരു ടൈമിൽ ഹോസ്പിറ്റലായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇങ്ങനെ നിന്ന ആളാണ്. വല്ലാതെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് എനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. അൽഹംദുലില്ലാ, ഞാനിങ്ങനെ ഒരു നോർമൽ ലൈഫ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആ ആൾ എൻ്റെ സിബ്ലിംഗ് അല്ല, എൻ്റെ സിബ്ലിങ്ങിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളപ്പുറം എൻ്റെ മോളെ പോലെയൊക്കെ കാണുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവളെയും കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത്. ഇന്ന് ഫ്രൈഡേ ആണ്. എൻ്റെ ഉപ്പാക്ക് വരാൻ ഒഴിവില്ല. എൻ്റെ ഉപ്പാൻ്റെ വൈഫ് വരാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ അപ്പോൾ അവൾക്ക് അർജൻറ്റായിട്ട് തലേദിവസം ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവൾ ആ മീറ്റിങ്ങിന് വേണ്ടി പോയിരിക്കാനുണ്ട്. അപ്പം വേറെ ഓപ്ഷൻ ഇല്ല. എനിക്കാണെങ്കിൽ മൺഡേ വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല രീതിക്ക് വെർട്ടിഗോ, തലകറക്കമുണ്ട്, താങ്ങാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു 1-2 ദിവസത്തെ പ്രശ്നം മാത്രമാണ്, ചില സമയങ്ങളിൽ ഉറക്ക് സ്കിപ്പ് ആവുന്നതിൻ്റെ പ്രശ്നമാണ്, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി ഞാൻ എപ്പോഴും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് കണ്ണ് തുറക്കുന്ന സമയത്തേക്ക് നല്ല രീതിക്ക് തലകറങ്ങും. കണ്ണ് തുറന്ന മൊമെൻ്റ് തൊട്ട് എനിക്ക് തലകറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇനിയും ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് വലിയ പ്രശ്നങ്ങളും സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയൊരു ടെൻഷൻ കാരണം വന്നതാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല, വലിയ ഹെഡേക്ക് ഇല്ല, ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് 1-2 തവണ ഈ കഴിഞ്ഞ ഒരു 5-6 മാസത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ അങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ പോവാണ്. എനിക്കിനി ഒരു നോർമലായിട്ടുള്ള ലൈഫ് ഉണ്ടാവുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ എനിക്കില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടർക്ക് കൺസൾട്ട് ചെയ്ത് ബിരിയാണി തട്ടാൻ വേണ്ടി പോയിരിക്കാൻ കേട്ടോ. ഡോക്ടർ പറഞ്ഞു വലിയ ഇഷ്യൂ ഒന്നുമില്ല, വെർട്ടിഗോക്ക് ഒരു മെഡിസിൻ എഴുതി തരാം, നീ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട, ടെൻഷനാണ് മെയിൻ പ്രോബ്ലം. അപ്പോൾ ടെൻഷനുള്ള കാര്യങ്ങൾ ലൈഫിൽ നിന്ന് മാറ്റി അതിലോട്ട് പോകാണ്ടിരിക്കാമെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഞാൻ എൻ്റെ മൈൻഡ് മാക്സിമം എൻ്റെ ഹാപ്പിനെസ്സിന് പ്രധാനം കൊടുക്കാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മനസ്സമാധാനമാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ എന്നെ സിക്കാക്കുന്ന ഒരു കാര്യവും ഞാൻ ഇനി ചെയ്യില്ല, ഒന്നും ആലോചിക്കില്ല എന്ന് ഞാൻ എന്തൊട്ട് തീരുമാനിച്ചോ അന്നോട്ട് എൻ്റെ അസുഖവും നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഡോക്ടർ ഒന്ന് കണ്ണൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കണ്ണടേൻ്റെ ലെൻസ് മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് ലെൻസ് മാറ്റാൻ വേണ്ടി പോയതാണ്. നിലവിൽ എൻ്റെ കണ്ണിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഐസൈറ്റ് കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പവർ കൂട്ടണം. എനിക്ക് ബ്ലർനെസ് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണൊക്കെ ചെക്ക് ചെയ്തിട്ട് സ്പെക്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ കുറേ ആയില്ല, അതിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ചും കൂടെ ഐസൈറ്റ് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എന്തായാലും നമുക്ക് പവർ മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ കേട്ടോ. അപ്പോൾ ഇനി 2 ഡേയ്സ് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ പവർ മാറ്റാനായിട്ട് വരാൻ. കണ്ണിൻ്റെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാനിതാ ഈ ഒരാൾ കാണുന്നത്. ഈ ആൾ ഞാൻ കഴിഞ്ഞ 1-2 വർഷമായിട്ട് കണ്ടിട്ടേ ഇല്ല കേട്ടോ. എൻ്റെ കൂടെ ഇതിനിൽ ആയുർവേദ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ വീഡിയോ ആളറിയാണ്ട് ഓണാക്കിയിട്ട് പുറകിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ആളാകെ ഷോക്കായി. പിന്നെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി 2 ചായയും 1 കടിയും പറഞ്ഞ് ഒരു ഇരിപ്പായിരുന്നു. 2 മണിക്കൂറോളം അവിടെ
അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കഥയും പറഞ്ഞ് അതിനിടയ്ക്ക് ഒരു യൂട്യൂബ് ചാനലും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ഭയങ്കര ആഗ്രഹമാണ് വ്ളോഗൊക്കെ ചെയ്യാൻ. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കും വ്ളോഗ് ചെയ്താൽ എല്ലാവരും അക്സെപ്റ്റ് ആക്കുമോ, എന്താ ആ ഒരു ഇത് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എക്സ്പീരിയൻസ് ഒക്കെ എന്താണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ എല്ലാവരും അക്സെപ്റ്റ് ആക്കണം എന്നൊന്നും തോന്നിയിട്ട് അങ്ങനെ ആഗ്രഹിച്ചൊന്നും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല. അറിയാലോ എൻ്റെ അസുഖവും എൻ്റെ ലൈഫും അതൊക്കെ ഒന്ന് എനിക്ക് തന്നെ ഒരു മെമ്മറി ആയിട്ട് എവിടെയെങ്കിലും കിടക്കട്ടെ എന്നുള്ള ഒരു മൈൻഡിൽ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ. അപ്പം അവർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഒരു യൂട്യൂബ് ചാനലൊക്കെ സെറ്റാക്കി കൊടുത്ത് അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. കുറച്ച് സമയമല്ലോ അതിനിടയ്ക്ക് പറഞ്ഞു കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ച് കൊടുത്തേക്കണം അല്ലേ. അപ്പോൾ അവളുടെ ആഗ്രഹം പോലെ അവൾക്കൊരു യൂട്യൂബ് ചാനൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അവൾക്ക് വ്ളോഗ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് അവളൊക്കെ ചെയ്യട്ടെ. നമ്മൾ ഒരു വഴിക്കായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളെ കൂടെ ഉള്ളവരും രക്ഷപ്പെടട്ടെ, അത്രയേ ഉള്ളൂ. ഇത് ആക്ച്വലി 1-2 ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ ഒരിക്കൽ വീഡിയോ ആക്കിയതാണ് കേട്ടോ. ഞാനിപ്പോഴും മെഡിസിനൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. എൻ്റെ ഹെൽത്ത് ഇപ്പോൾ ഓക്കെയാണ്. വെർട്ടിഗോക്കൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. വെർട്ടിഗോൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. BP ഒക്കെ ഡൗൺ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ആക്കാനുള്ള സമയമായി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള പ്രതീക്ഷയിൽ നെക്സ്റ്റ് വിശേഷങ്ങളായി കാണുന്നവരെ ബൈ.